അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലായിടത്തും നമ്മുടെ വീഡിയോ പണ്ട് കണ്ടവർക്കും ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, ഓർമ്മയുണ്ടോന്ന് പോലും അറിയത്തില്ല. എല്ലാവരുടെ അടുത്തും ഒരു സോറി പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല, വീഡിയോ ഇടാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ അപ്പൊ ഗൈസ് കുറെ കാലത്തിന് ശേഷം രണ്ട് കുട്ടി മാവേലിയും അല്ല ഒരു വലിയ മാവേലിയും ഒരു കുഞ്ഞു മാവേലിയും കൂടെ വന്നിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു ഇത്രയും കാലം? ഞങ്ങൾ വളരുന്നതിന്റെ തിരക്കിലായിരുന്നു. കുറെ കാലത്തിന് ശേഷം ദേ അമ്മും കുഞ്ഞാവയും കൂടെ ക്യാമറയുടെ മുമ്പിൽ വന്നേക്കാണ്. ഞാൻ ദേ ക്യാമറയുടെ ബാക്കിലുണ്ട്. അമ്മ ബിഗ്ഗളായോ? അമ്മ എന്റെ കൂടെ സ്വാഗതം വരെ ആവുണ്ടാവേ. അതെ സ്വാഗതം. ഞാൻ ഇച്ചിരി മെരക്കൊക്കെ കൊച്ചു ആദ്യമായിട്ട് കാണാതെ അമ്മു ഇങ്ങനെ രാവിലെ ഒരുങ്ങിയൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ മറ്റേ റോക്കറ്റ് പോലെ മുടിയൊക്കെ പൊങ്ങിയിരിക്കും അല്ലേ? കൊച്ചു ആദ്യമായിട്ട് മെരക്കുകയാണ്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലായിടത്തും നമ്മുടെ വീഡിയോ പണ്ട് കണ്ടവർക്കും ഇപ്പൊ എത്ര പേര് കാണുന്നുണ്ടെന്ന് നമുക്ക് അറിയത്തില്ല, ഓർമ്മയുണ്ടോന്ന് പോലും അറിയത്തില്ല. എല്ലാവരുടെ അടുത്തും ഒരു സോറി പറയുന്നത് കാരണം വേറൊന്നും കൊണ്ടല്ല, വീഡിയോ ഇടാതിരിക്കാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ അമ്മു പറഞ്ഞ ആവു വളരുന്നതിന്റെ തിരക്കിലായിരുന്നു. ഈ കുഞ്ഞാവയ്ക്ക് ഇപ്പൊ എത്ര വയസ്സായി? 1 വയസ്സ് 3 മാസം ആയിട്ടുണ്ട്. ഈ ഒരു സമയം എന്ന് വെച്ചാൽ വാവയുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന സമയമാണ്. കാണുന്നതൊക്കെ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യും, പഠിക്കും, അങ്ങനത്തെ ഒരു ടൈമാണ്. പെട്ടെന്ന് വലുതല്ലേ ഞാന്. അപ്പം പാവയുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് അധികം പോസ്റ്റ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോസ് എടുക്കുന്നത് വീക്കെൻഡിലാണ്, നിങ്ങൾക്ക് അറിയാം. ആ വീക്കെൻഡ് സമയത്ത് നമ്മൾ കുറച്ചു നേരം ബേബിയുടെ സ്പെൻഡ് ചെയ്യുന്നു. അമ്മ ഫുള്ള് ബിസിയാണ്. രാവിലെ ബേബി എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ബിസി എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ മാത്രമല്ലേ ചെയ്യാനുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കൊച്ചു സംസാരിക്കുന്ന കേട്ടില്ല. ഇനി നമ്മൾ കൊച്ചിനുള്ള സ്പേസ് കൊടുക്കണം. അപ്പൊ എനിക്ക് ആപ്പാടെ കിട്ടുന്നത് വീക്കെൻഡ് മാത്രമാണ് കുഞ്ഞാവരുടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വീക്ക് മൊത്തം അമ്മുവാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ബേബിയുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. ബേബിക്ക് അമ്മന് ഭയങ്കര ബാക്ക് പെയിൻ ആണ് ഇപ്പൊ, എന്തെന്ന് അറിയത്തില്ല. കാരണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, കൊച്ച് എടുത്തിട്ടാണെന്ന് എനിക്കറിയാം. കാരണം ഇപ്പൊ കുഞ്ഞിന് വെയിറ്റ് കൂടി വരുന്നുണ്ട്. അപ്പൊ ഫുൾ ടൈം ഇപ്പൊ കൊച്ചു ചിലപ്പം കരയും എടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ ആണെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പോയി എടുക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞാവ കരഞ്ഞ ഉടനെ എടുക്കല്, പിന്നെ അത് ട്രെയിൻഡ് ആവും. അപ്പൊ കരഞ്ഞാൽ എടുക്കും എന്ന് കൊച്ചിന് അറിയാൻ പറ്റും. കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും പോയി എടുക്കും. ഇപ്പൊ തന്നെ എനിക്ക് പിടിക്കാൻ പറ്റില്ല, ഒരു കയ്യിൽ ക്യാമറ. അതെ അതെ അതെ. അപ്പൊ ഇപ്പം വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ, കാരണം കുറെ ദിവസം വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് അപ്പൊ നിങ്ങളൊന്ന് അപ്ഡേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ. അവന്റെ കുറെ വിശേഷം പറയാനുണ്ട്, അമ്മ നാട്ടിൽ പോയ വിശേഷം പറയാനുണ്ട്, ഞാനിവിടെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട വിശേഷം പറയാനുണ്ട്. ഇനി ഞാനും ആവും മാത്രമേ ഉള്ളൂ വീഡിയോസിൽ, അമ്മില്ല. അങ്ങനെയൊന്നുമില്ല. അപ്പം ഇനിയിപ്പോന്ന് വെച്ചാല് നമ്മൾ ആക്ച്വലി രാവിലെ എണീച്ചിട്ട് ആവേനെ കുത്തിപ്പോക്കി. ആദ്യം ആ വീഡിയോ കണ്ടിട്ടോ ഗൈസ്. നമ്മൾ ആവുനെ വിളിച്ചെണീപ്പിക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് കൊച്ചിനെ വിളിച്ചെണീപ്പിക്കുക എന്നുള്ളത്. അമ്മൂന് ഒട്ടും ഇഷ്ടമുള്ള കാര്യമാണ്, കാരണം കൊച്ചിനെണീറ്റ് പണിയാണല്ലോ. അത് മാത്രമേ ചെയ്യുള്ളൂ. വിളിക്കും ഭയങ്കര ക്യൂട്ടാണ്. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കും. നമുക്ക് ആവുനെ വിളിക്കാം. കരയുമ്പോ ക്യൂട്ട്ലെസ് പോവും, എന്റെ തരും. ഗുഡ് മോർണിംഗ്. അച്ഛന്റെ പൊന്നെ ഇച്ചൂടെ കണ്ണ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. അച്ഛന്റെ പൊന്നാരോ? ഒന്ന് പൊന്ന്. അച്ഛന്റെ പൊന്നാരോ? അമ്മയുടെ പൊന്ന്. രാവിലെ എണീറ്റിരിക്കണ ഫേസ് ഒക്കെ മാറിയിരിക്കും രാവിലെ എണീക്കുന്നത്. കാരണം വെച്ചാല് ഫുൾ ടൈം കടന്നിട്ടല്ലേ. ഞാൻ തൊപ്പി എടുത്തിട്ട്, കാരണം മുടി കുറഞ്ഞിരിക്കുന്നു, അതാണ് തൊപ്പി നോക്കുന്നത്. കുളിച്ച് കഴിയുമ്പോൾ വേറൊരു ഫേസ് ആണ്, വൈകിട്ടാകുമ്പോൾ വേറൊരു ഫേസ് ആണ്. ഇങ്ങനെ ഓരോ ഇങ്ങനെ ഫേസ് പിള്ളേരെ മാറി മാറി വരുമല്ലോ. രാത്രി കടക്കുന്നതിന് രസം അല്ല. അത് രസം ഞാൻ പറഞ്ഞത്, അച്ചു കഷ്ടപ്പെട്ട് ഈ ക്രേഡിൽ വാങ്ങിയിട്ട് ഒരു 3 മണി 4 മണിയാകുമ്പോ ആള് കരഞ്ഞ് നമ്മുടെ ഇടയിട്ട് വരും. കറക്റ്റ്. അപ്പൊ എനിക്ക് രാവിലെ കറക്റ്റ് ഒരു 3 മണി 4 മണിക്ക് അലാറം വെച്ചതുപോലെ എണീറ്റ് കരയും. എന്താണെന്ന് അറിയത്തില്ല. എന്നിട്ട് ഞാൻ ഇവിടെ കിടത്തു കേട്ടോ. അപ്പൊ രാവിലെ എന്നിട്ട് ഞാൻ ഈ പില്ലോ ഒക്കെ വെച്ചിട്ട് പോകും, കാരണം അല്ലെങ്കിൽ വീഴൂല്ലേ. പിന്നെ എടുത്ത് തൊട്ടിൽ കിടത്തി കഴിഞ്ഞാൽ ആള് നല്ല കരച്ചിലായിരിക്കും. ഇത് ഈ സംഭവം കയ്യിൽ ഇട്ട് കൊടുത്തേക്കണ എന്താന്ന് വെച്ചാൽ ഇത് കണ്ട കൈ ഒറിഞ്ചിൽ വാസുകള്. സംഭവം എന്ന് വെച്ചാല് എന്തിനാ ആവു എന്നെ പറയട്ടെ. ആവു ഇത് എന്തിനുള്ള പണിഷ്മെന്റ് ആന്ന് പറഞ്ഞേ? അത് ആവുന്നൊരു പണിഷ്മെന്റ് ആണ്. ആവു ഇത് സംഭവം എന്ന് വെച്ചാല് ആവു ഇപ്പോഴും ദേ ഈ വിരല് ബാക്കിയത്തിട്ടിട്ട് എപ്പോഴും ഇങ്ങനെ ഫുൾ ടൈം ഇതാണ്. നമ്മൾ കുറെ വർഷം പിടിച്ച് വലിക്കാനൊക്കെ നോക്കിയ രക്ഷയില്ല. അവസാനം കൈ മുറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആമസോൺ നോക്കി. ഇത് നല്ലതാണേ സംഭവം. സിലിക്കൺ ആണ് കേട്ടോ, നിങ്ങൾ മെറ്റീരിയൽ നോക്കി മേടിക്കണം. അപ്പൊ ഇതാവുമ്പോഴത്തേക്ക് ഇതൊരു കണ്ട സ്റ്റെറിലൈസ് ചെയ്യാം നമുക്ക്. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്ത് അമ്മ കീപ്പ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. അച്ഛന്റെ പൊന്ന് വിശേഷം പറയട്ടെ. വെയിറ്റ്. ആവോ ആദ്യമായിട്ട് കാണാം അമ്മ ക്യാമറ പിടിച്ചോണ്ടിരിക്കണം, അതുകൊണ്ട് അമ്മൂനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശേഷം പറ. ഞങ്ങൾ ഉടുപ്പൊക്കെ കളിക്കാനൊക്കെ ഇരുന്നിരും കേട്ടാ. അമ്മ കരയണ കാണണോ? കരയിപ്പിക്കണോ? ഒന്ന് കരയിപ്പിക്കൊക്കെ.
ആവമ്മ ആവമ്മ കരണ്ട 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 കരഞ്ഞ നിർത്തൂല. കരയണേന്റെ അല്ല പ്രശ്നം, അത് നമ്മളിത് കളിപ്പിക്കും, ഇങ്ങനെ വിളിച്ച് കളിപ്പിക്കും. അപ്പൊ അതിനറിയാം കളിപ്പിക്കാനാണെന്ന്. പക്ഷെ രാവിലെയൊക്കെ എണീറ്റിരിക്കുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് അല്ല, അപ്പം കരഞ്ഞു കളയും. മുഖം എക്സ്പ്രഷൻ മാറും. അമ്മുന്റെ ബാക്കിയാണ്. അമ്മുന് ഭയങ്കര കള്ളക്കരച്ചിലുണ്ട്, അതിന്റെ വട്ടിച്ച് വെച്ചേക്കാണ്. ഭയങ്കര കള്ളക്കരച്ചിലാണ്, അതൊക്കെ ടെമ്പററി ആണ്. അയ്യോ കൊണ്ണീര് വന്നിടോ. അതൊക്കെ വരും. അമ്മ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ മാറി മുഖമൊക്കെ കഴുകി. ഇനി പല്ലിയൊക്കെ പല്ലി വെച്ചില്ലല്ലോ അമ്മ? പല്ലിയൊക്കെ അമ്മ? ബ്രഷിംഗ് ടൈം ആണ്. കാണിക്ക്, തായിട്ട് കാണിച്ചേ. ഇതൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഇതാണ് ഫിംഗർ ബ്രഷ്. കണ്ട, നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്. വാ, എല്ലായിടത്തും പോകും നമ്മുടെ കൈ വെച്ചിട്ടേ. കൈ വെച്ചിട്ടല്ലേ? വാ, നമുക്ക് ആവുമ്പോ സഹകരിക്കുന്നുണ്ടോ നോക്കട്ടെ. സഹകരിക്കും. സോഫ്റ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. പതുക്കെ കുക്കിരി പല്ലാണ് കേട്ടോ. വന്നു തുടങ്ങണുള്ളൂ. നല്ല തേക്കും. പല്ലിയൊക്കെ ഉണ്ടേ. ഇവിടെ 2 പല്ലും കൂടി വന്നിട്ടുണ്ട്. പേസ്റ്റ് ഒന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് വെറുതെ. അതെ അതെ അതെ, പേസ്റ്റ് ഇല്ല, ജസ്റ്റ് ചുമ്മാ ചെയ്തു. ഇത് എന്റെ 2 സൈഡ് ഉണ്ട്. ഒരു സൈഡിൽ ബ്രഷും ഒരു സൈഡിൽ ടങ് ക്ലീനർ ആണ് അല്ലേ? ചെയ്തോ, ടങ് ക്ലീൻ ചെയ്ത. ടങ് ക്ലീൻ അച്ഛൻ്റെ ഷോൺട്രി. ഇങ്ങനെ അമ്മയ്ക്ക് പല്ല് വെച്ചോണ്ടിരിക്കുകയാണ്. ടങ് ക്ലീൻ ചെയ്തു. ഇനി പാപ്പ കഴിക്കണം. ഈ കൊച്ചുകുട്ടികളെ 1 മിനിറ്റ് തേക്കണം എന്നാണ്, പക്ഷെ സമ്മതിക്കൂല. പാപ്പൻ കഴിക്കാം. അയ്യോ, പാപ്പൻ കഴിക്കാം. അപ്പോൾ കഴിച്ചാൽ നമ്മൾ ഇനി ആവുമ്മയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു കുഞ്ഞാവയ്ക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നത് അല്ലേ. ഇപ്പം ഓൾമോസ്റ്റ് 1 വർഷവും 3 മാസമായി കുഞ്ഞാവയ്ക്ക്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് അമ്മ കുറേ പരീക്ഷണങ്ങളൊക്കെ ചെയ്ത് ഓരോ ടൈപ്പ് ഫുഡ് ഇങ്ങനെ ഓൺലൈനിലൊക്കെ നോക്കി റിസർച്ച് ചെയ്ത് പ്രോട്ടീനും വൈറ്റമിൻസ് ഒക്കെ നോക്കിയുള്ള ഫുഡ് ഇങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മ കണ്ടുപിടിച്ച്, അതായത് ഓൺലൈനിൽ നോക്കി കോപ്പി അടിച്ച ഒരു ഫുഡ്. എന്റെ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാത്തുണ്ട്, പക്ഷെ ആവ് കഴിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്, അല്ലാണ്ട് എന്തൊക്കെ വേസ്റ്റ് ആവും. അത് ശരിയാണ്, ആവും എല്ലാ ഫുഡും കഴിക്കത്തില്ല. അപ്പോൾ ആവിന് ഇഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് അമ്മ ഇങ്ങനെ ഓരോ ദിവസവും മാറ്റി മാറ്റി കൊടുക്കും. ഇന്നത്തെ ഐറ്റംസ് കാണിക്കാം. അമ്മ എല്ലാം നേരത്തെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഏറ്റവും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പാത്രമാണ്. എന്താണ് പാത്രത്തിന്റെ ബാക്കിയുള്ള കഥ? അമ്മ ഓരോ പ്രാവശ്യം കടയിൽ പോകുമ്പോഴത്തേക്ക് ആവിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ കുറെ പാത്രങ്ങൾ മേടിച്ച് വെക്കും. ഇതേ ഇവിടെ ഒരു പാത്രം, ആവിന് സ്പെഷ്യൽ സ്പൂൺ ഉണ്ട്. വീറ്റ് പൗഡർ ആണ്, ഗോതമ്പ് പൊടി അല്ലേ? ഗോതമ്പ് പൊടിയാണ്. പിന്നെ ഇത് മധുരക്കിഴങ്ങാണ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇത് ഈജിപ്ഷ്യൻ സ്വീറ്റ് പൊട്ടറ്റോ ആണ്. നമ്മുടെ നാട്ടിലെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ റെയർ ആയിട്ട് കിട്ടാറുള്ളൂ. പിന്നെ ഇതൊരു മുട്ട. ആവിന് മുട്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലേ? ആവ് മുട്ട കൊതിച്ചാണല്ലേ? മുട്ട നല്ല പുഴുങ്ങി അമ്മ പണ്ടുതൊട്ടേ കൊടുക്കുക, പൊടിച്ച് ചെറുതാക്കി കൊടുക്കും അല്ലേ? അത് തന്നെ, മധുരക്കിഴങ്ങ് നമ്മൾ വെച്ചേ ഉള്ളൂ. ഓൾറെഡി അമ്മ ദേ ഇതിനകത്തിട്ടിട്ട് ഫിലിപ്സിന്റെ ഒരു കുഞ്ഞ് സ്റ്റീമർ കം ബ്ലെൻഡർ അമ്മ മേടിച്ചിട്ടുണ്ട് ആമസോണിൽ നിന്ന്. അപ്പൊ അതിനകത്തിട്ട് വേവിച്ച് ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കണം അല്ലെ? ചെറുതായിട്ട് ബ്ലെൻഡ് ചെയ്യും. പിന്നെ ഇവിടെ ആയിട്ട് എന്താ? നട്ട്സ് പൗഡർ. അമ്മ മറ്റേ നട്ട് വാൽനട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ പൗഡർ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ അതിനകത്ത് മോയ്സ്ചർ കയറാൻ നോക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും. പക്ഷെ ഇങ്ങനെ നമ്മൾ വറുത്ത് പൊടിച്ച് വെക്കണതാണ്. 2 വീക്സ് കൂടുതൽ വെക്കാൻ പാടില്ല. ഓക്കെ, അതിനുള്ളിൽ തീർക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് ഫുഡ് ഉണ്ടാക്കാൻ പോണത്. അപ്പം അമ്മ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തോളൂ. ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മ ആവുവിന് വേണ്ടി ഐക്കിന്ന് മേടിച്ച ഫ്ലാസ്ക് ആണ്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ച് വേണം ബ്ലെൻഡ് ചെയ്യാനായിട്ട്. ഇത് ആവുമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി, നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്യാം. അമ്പത്തേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇടുകയാണെ. നേരത്തെ പൊടിച്ച് വെച്ച നട്ട്സ് പൗഡർ ആണ്. പിന്നെ ഒരു മുട്ട, പച്ചമുട്ട ബ്ലെൻഡ് ചെയ്യാം. ഇതിലിപ്പോ ഈ സ്വീറ്റ് പൊട്ടറ്റോയ്ക്ക് മധുരം ഉള്ളതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ മധുരം ഒന്നും ആഡ് ചെയ്യണ്ട, അവര് കഴിച്ചോളൂ. അപ്പൊ നമ്മളിത് ആവുവിന്റെ പ്രോട്ടീൻ റിച്ച് ദോശ ചുടാൻ വേണ്ടി പോവാണ്. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് രാവിലെ വെറൈറ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നു. ഒരു ദിവസം മറ്റേ നല്ല പുട്ടും കടലയും, പിന്നെ അപ്പം, പീസ് കറി, മുട്ടക്കറി, അങ്ങനെയൊക്കെ ആയിരുന്നു. പല കറികളാണ്. ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്ന വെച്ചാൽ തലേന്ന് നാളെ ആവുവിന് എന്ത് കൊടുക്കുന്നതാണ്. അപ്പൊ എനിക്കറിയാം, ഞാൻ ഒതുങ്ങും. പിന്നെ ഇപ്പൊ ഞാൻ ചെറുതായിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ രാവിലെ ഒരു
പ്രോട്ടീൻ ഷേക്ക് പോലെ ഈ ഓട്സ് ഒക്കെ ഇട്ടിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് കഴിക്കും. ഇപ്പൊ അതാണ് ഡെയിലി കഴിക്കുന്നത്. അതിപ്പോ ശീലമായി. അതുകൊണ്ട് പിന്നെ എക്സ്പെക്ടേഷൻസ് ഒന്നും ഇല്ല. പിന്നെ അമ്മൂന് വല്ലപ്പോഴും സ്നേഹം സഹതാപം തോന്നും എന്തെങ്കിലും ഉണ്ടാക്കി ഇന്ന് ചോദിച്ചായിരുന്നു. ഇന്ന് വീക്കെൻഡാണ് അമ്മു ചോദിച്ചു, അച്ചു ദോശ വല്ലതും ഉണ്ടാക്കണോ? വെറൈറ്റി ആയിട്ട് കഴിക്കണം, നല്ല തിക്കായിട്ട്. കടല എനിക്ക് അങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കടല, പീസ് കറി, പ്രോട്ടീൻ റിച്ച്. അപ്പം നാളെ ഉണ്ടാക്കി തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഷാവൂനാണെങ്കിൽ പെട്ടെന്ന് വരും, അതാണ് അതിന്റെ ഒരു ഡിഫറൻസ്. അപ്പോൾ ഗൈസ് നമ്മൾ ആവിന് വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. പെട്ടെന്നായി 5 മിനിറ്റ്സിൽ ഇത് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് ആവിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്ലേറ്റ് ആണ്, ബാംബു പ്ലേറ്റ് ആണല്ലേ. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അമ്മ ഒന്ന് തള്ളിക്ക ലൈറ്റ് ആയിട്ട് പ്ലേറ്റ് അനങ്ങത്തില്ല. അടിയിലൊരു ചെറിയൊരു സക്ഷൻ കപ്പ് ഉണ്ട്, അതിങ്ങനെ ഒട്ടിയിരിക്കും. അവർക്ക് തനിയെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആക്ച്വലി. തട്ടിക്കളയും. കറക്റ്റ്. ഇതിന്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുക്കാം പ്ലേറ്റിന്റെ. പിന്നെ ഇതേ കുറച്ച് ബ്ലൂബെറീസ് വെച്ചിട്ടുണ്ട് അല്ലേ. ബ്ലൂബെറീസ്, ഇത് പാൻകേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ. അമ്മയുടെ ഫുഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും വീഡിയോ എടുക്കത്തില്ല, കാരണം ഡിസ്ട്രാക്റ്റഡ് ആവും. ഫുഡ് കഴിക്കത്തില്ല. ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ടിരുന്നാൽ മാത്രമേ ചട്ടമ്പി ഫുഡ് കഴിക്കത്തുള്ളൂ. കാരണം ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ഫോക്കസ് ആവും അല്ലേ. ഭയങ്കര കളിയാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത്. ഇത് ആമുവിന് വേണ്ടി മേടിച്ച ചെയറാണ്. ഇപ്പോഴും ഈ ചെയറിൽ തന്നെ ഇരുന്നാണ് കഴിക്കുന്നത്. സുട്ടു. പിന്നെ ഇത് ആമ്മയ്ക്കൊരു മാല ഇട്ടിട്ടുണ്ട്. കഴിക്കുന്ന ഫുഡൊക്കെ അത് എങ്ങോട്ട് പോകും നിങ്ങൾക്കറിയാം. ആ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഓക്കെ, പോയ്. അപ്പൊ ഗൈസ് ആവുമ്പോ ഫുഡ് കഴിച്ചിരിക്കുകയാണ്. ഇന്ന് എന്റെ കസ്റ്റഡിയിലാണ്. കയ്യിൽ നിന്ന് താഴെ ഇറങ്ങൂല, അതാണ് പ്രശ്നം. താഴെ ഇപ്പൊ കരഞ്ഞുള്ളൂ. താഴെ നിർത്തിന് ഭയങ്കരമായിട്ട് കരഞ്ഞ്. ഇനി കൈ പിടിച്ചോണ്ടിരിക്കണം. എന്റെ ഒരു ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കളിപ്പിക്കും. ചിലപ്പോൾ ഡാൻസ് ഒക്കെ കളിപ്പിക്കും, ഇങ്ങനെ കറക്കും, പലതൊക്കെ കാണിച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആളൊന്ന് എനർജറ്റിക് ആവും, ഹാപ്പിയോ. അപ്പൊ പതുക്കെ അങ്ങ് താഴെ വെക്കും, പിന്നെ അങ്ങ് നടന്നോളൂ, കുഴപ്പമില്ല. അതുവരെ എന്റെ കൈ ആവുമ്പോ കാരണം എനിക്കിപ്പോ നെറ്റ്ഫ്ലിക്സ് കാണാൻ പറ്റാറില്ല, സിനിമ കാണാൻ പറ്റാറില്ല, TV കാണാൻ പറ്റാറില്ല. കാരണം എന്താണ്, TV ഇട്ട് കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ടിൽ പോയിരിക്കും അല്ലേ. ഇതെന്നാ താഴെ നിർത്തിക്കാരനെ കരച്ചിലാണ്. ഇതാണ് എന്റെ അവസ്ഥ. അയ്യേ, എല്ലാരും കണ്ടോണ്ടിരിക്ക, എല്ലാരും ആമയെ കണ്ടോണ്ടിരിക്ക, എല്ലാരും ആമയെ കണ്ടോണ്ടിരിക്ക. അയ്യേ, അടുക്കള നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വാഷിംഗ് മെഷീൻ അകത്തൊക്കെ കയറിയിരിക്കുക. കുറ്റം പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ, ഇതൊക്കെ കൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. ഞാൻ താഴെ എഴുതി കാണിക്കാം. ഓക്കെ ഗൈസ്, ഇവിടെ അടുത്തൊരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവുനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ അമ്മു? എനിക്ക് ഓടിക്കളയും. ഇത് കണ്ട മുഖം തലേന്ന് കഴിയണ ഇഷ്ടമല്ല. അച്ഛന് സുന്ദരിയാരാ. പക്ഷെ സൂക്ഷിക്കണം, കാരണം ഇപ്പൊ ആള് എണീറ്റ് നിൽക്കുന്നോണ്ട് ചിലപ്പോ എണീറ്റ് ചാടാൻ നോക്കണം അല്ലേ അമ്മ? അതെ, പിടിച്ചു നിൽക്കാം. പൊന്ന് മുടിയൊക്കെ വളർന്നു. മുടി കാണിച്ചു കൊടുത്തേ അമ്മ. അച്ഛാണ് അതെ, മുടിയൊക്കെ വളർന്നു താഴോട്ട്. അച്ഛന്റെ സുന്ദരി, അച്ഛന്റെ പൊന്നെ കുളിക്കുകയാണോ? അച്ഛന്റെ പൊന്നെ കുളിക്കുകയാണോ? ഇനി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട ആള് വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭക്ഷണം കൊടുക്കണം. നമ്മുടെ ദിവസം ഇങ്ങനെ അങ്ങ് പോകും അല്ലേ അമ്മ? ഇതാണ് ഞാൻ വീഡിയോ എടുക്കാൻ വരാത്ത, കുറ്റം പറയും. ഇവിടെ ഒരാള് കുളിച്ച് കുറിയൊക്കെ തൊട്ട് സുന്ദരി കുട്ടിയായിട്ട് ഇതേ പ്ലേ മാറ്റില് ടോയ്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ കണ്ണ് എങ്ങോട്ടാണെന്ന് കാണണ്ടേ? ഇത്ര നേരം കരച്ചിലായിരുന്നു. കണ്ണ് ഇവിടെയാണ് കണ്ട. ചെറിയൊരു സ്ക്രീൻ ടൈം ആണ്, കാരണം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട്. മാക്സിമം 10 മിനിറ്റ്, അതിൽ കൂടെ ഇട്ടരില്ലാവൂ. കുറച്ച് 10 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് TV ഓഫ് ചെയ്യും. ഓക്കെ, അച്ഛന് സുന്ദരി എന്നാ മുദ്ദ. വെള്ളം വേണോ? എവിടെ വെള്ളം? സുഖമായിട്ടിരുന്ന് കാണുകയാണ് കേട്ടോ, റിലാക്സിങ് ടൈം. ഈ സമയത്താണ് ആക്ച്വലി എനിക്ക് അമ്മൂന് കുറച്ചു നേരം, എനിക്കല്ല ശരി അമ്മൂന് പറഞ്ഞില്ലേ, അമ്മൂന് നടുവ് നിർത്തുക, എനിക്ക് നടുവ് നിർത്തുക. ഞാൻ മാറി അല്ല, അമ്മു പണിയെടുക്കുമ്പം ഞാൻ എങ്ങാനും മാറി എൻ്റെ ലാപ്ടോപ്പിലോ ഫോണിലിരുന്ന് അത് അമ്മൂന് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ കൂടെ വേണം, നമ്മൾ കഷ്ടപ്പെടണം. അമ്മ കഷ്ടപ്പെടുമ്പം ഞാനും കഷ്ടപ്പെടണം, അതാണ് ലോജിക്ക് അല്ലേ?
നമ്മളിവിടെ കിടന്ന് പണ്ട് ആൾക്ക് അനുഭവിച്ചവർക്കറിയാം. നമ്മൾ കിടന്ന് കഷ്ടപ്പെടുമ്പോ ഒരാളോട് റിലാക്സ് ആയിട്ട് ഇരിക്കുമ്പോ നമുക്ക് ബുദ്ധിമുട്ടില്ലേ? അതിന് വേറെ അസുഖം പറയും. ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണാറില്ലേ ഭാര്യ വർക്കൊക്കെ ചെയ്യുമ്പോ? ഞാൻ കാണാറില്ല, എനിക്ക് സമയം കിട്ടാറില്ല, ഞാൻ ബിസിയാണ്. കണ്ട അപ്പൊ അമ്മ ഇൻസ്റ്റാഗ്രാം നോക്കാനൊക്കെ സമയം കിട്ടാറുണ്ട്. അതെങ്ങനെ? ഞാൻ നോക്കും, ആവ് കിടക്കുമ്പോ അവിടെ എടുത്തിട്ടൊക്കെ നോക്കും. നമുക്കൊരു മനസ്സ്, നമുക്ക് മെന്റലായി പോവില്ലേ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. മണി ദേ 1:30 ആവിനുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആണല്ലേ. നമുക്ക് പുറത്തുണ്ട്. എന്റെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ, സ്വന്തമായിട്ടായി തൊപ്പി മാത്രമേ ഉള്ളൂ ഇപ്പൊ, അതാണ് അവസ്ഥ. ആമാ ഷിൻഡ്രി സോറി. അപ്പൊ ഗൈസ്, ഇനി അടുത്തതായിട്ട് ആവുവിന്റെ ലഞ്ച് ടൈം ആണ്. ഫുഡ് അടിക്കാൻ പോവാണ്. ഈ വീട്ടില് ഒരു വീക്കെൻഡ് കിട്ടിക്കഴിഞ്ഞാല് രാവിലെ ഇടിക്കുമ്പോൾ തൊട്ട് വൈകിട്ട് വരെ ഏറ്റവും ഹൈ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ആവുമാണ്. ആവുവിന്റെ റുട്ടീനാണ്. അത് ക്രിയേറ്റ് ചെയ്ത് ചാളെ കാണട്ടെ. ഇങ്ങോട്ട് വാ. എല്ലാം പെർഫെക്റ്റ് ടൈമിലാകുമ്പോൾ നടത്തും. കൊച്ചു കഴിച്ചില്ലെങ്കിൽ കഴിപ്പിക്കും, അതാണ് സംഭവം. അപ്പൊ ഇനിയിപ്പം ദേ കുളിച്ചു, കുറച്ചു നേരം TV കണ്ട്, പിന്നെ കുറച്ച് നമ്മൾ കളിപ്പിച്ചു, ഫോണൊക്കെ വിളിച്ചു, അതായിരുന്നു റുട്ടീൻ. പിന്നെ അടുത്ത് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ആവുവിന്റെ ലഞ്ചിനുള്ള സ്പെഷ്യൽ ഐറ്റം കാണിച്ചു തരാം. ഓക്കെ അമ്മു, എന്താണ് ആവുന് ലഞ്ച് സ്പെഷ്യൽ? ക്യാരറ്റ് പരിപ്പ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ഹെൽത്തിയാണ്. അത് റൈസ് ഉണ്ട്, ക്യാരറ്റ്, പരിപ്പ്. പിന്നെ തേങ്ങ ഇട്ടിട്ടുണ്ടോ? ഇല്ല, നെയ്യ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് കുറച്ച് തൈര് വെച്ചിട്ടുണ്ട്. കേട് എന്ന് പറഞ്ഞാൽ അമ്മുന് ഭയങ്കര, അമ്മുനല്ല സോറി, ആവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? അവന്റെ ഫേവറേറ്റ് ഫുഡാണ്. അമ്മു എനിക്ക് കുറച്ച് കാര്യം തരുമോ പ്ലീസ്? ഒരു സ്പൂൺ താ, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രസാദം കഴിക്കണ പോലെ അത് പണ്ടല്ല കുറച്ച് ദിവസം മുമ്പ് ആവ് കഴിക്കില്ല. പക്ഷെ വിചാരം ഞാൻ ഉണ്ടാക്കിയ ഫുഡിന് ടേസ്റ്റ് ഇല്ലാത്തതെന്ന് ഓർത്ത് അച്ഛൻ ചുമ്മാ എടുത്ത് കഴിച്ചു നോക്കുമ്പോ നല്ല ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ഇല്ല, കൊച്ചിന്റെ വിഷം കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ വന്നപ്പോഴത്തേക്ക് നല്ല കളയണ്ടല്ലോ എന്ന് വെച്ചെടുത്തിട്ട് എന്ത് ടേസ്റ്റാ ആ ചിക്കൻ ഷ്രെഡ് ചെയ്ത്. എനിക്ക് ഓവർ സ്പൈസി ഒന്നും ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് പറ്റും, ഞാൻ ഫുള്ള് ഞാൻ കഴിച്ചത്, കാരണം ആവ് കഴിച്ചില്ല. എന്ത് ഹെൽത്തി ഫുഡാണ് ഇരിക്കണുണ്ടോ? ഇത് കഴിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ സർക്കസ് കാണിക്കണം അല്ലേ? കഴിച്ചാൽ കുറച്ചേരം ഒന്നൊന്ന് കടന്നായിരുന്നേ. നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ റെസ്റ്റ് ചെയ്യാണെന്ന്. ആവുമ്പോ അതേ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിച്ചിട്ടില്ല ആക്ച്വലി, കുറച്ചു കഴിക്കണം, വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. ആവുമ്പോക്ക് ഇനി ഭയങ്കര പ്ലേ ടൈമാണ്. ഇനി ടയർഡ് ആവണവരെ കളിക്കും. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ചാടി ചാടി വയറത്തിലൊക്കെ ചവിട്ടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചൊക്കെ ഇരിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. അതാണ് ആവുമ്പോ. ചട്ടമ്പി ഓ കണ്ട ഭയങ്കര എനർജിയാണ് ഇരിക്കണ. ഫോൺ നോക്കാൻ പറ്റൂല, TV കാണാൻ പറ്റൂല, പിന്നെയാണ് വ്ളോഗിങ്. നിങ്ങൾക്ക് ആലോചിക്കാൻ തന്നെ ഉള്ളൂ. അയ്യോ, ഇതാണ് അവസ്ഥ, കേട്ടില്ലേ? അജന സുന്ദരി ആരാ? അജന സുന്ദരി. ഐ ലവ് യു. ഐ ലവ് യു. വാട്ട്സ് യുവർ നെയിം? വാട്ട്സ് യുവർ നെയിം ചോദിച്ചെന്നാ പറയുന്നത്. അതാണ് ആ വാ പറയല്ല, വാ വരൂല. വാ. സത്യം പറഞ്ഞാല് ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എൻജോയ് ചെയ്യുന്നൊരു ടൈമാണ് ഈ രാത്രി. ചില സമയത്ത് ഉറക്കത്തിലുള്ള കരച്ചിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് നമ്മളെന്നല്ല, ഞാൻ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര എനർജിയാണ്. ബ്ലെസ് യു. ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഭയങ്കര എനർജിയാണ്. കളിക്കും, നമ്മൾ റിയാക്ട് ചെയ്യും, നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അതൊരു വേറൊരു വേൾഡാണ്. ഭയങ്കര ഒരു എനർജി ലെവലാണ്. ഇത് കണ്ട, ഇതേപോലെ ഇന്നസെന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് കിടക്കും. കെട്ടിപ്പിച്ച് കക്കാം അങ്ങനെണ്ട. അമ്മ ഒരു ഉമ്മ വന്നേ, അച്ചപ്പിക്ക് ഒരു ഉമ്മ വന്നേ, ഉമ്മ വന്നേ. അപ്പൊ ഗൈസ്, ഇനി നമ്മുടെ ലഞ്ച് ടൈം ആണ്. എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പൊ ഇതേ മണി 3 മണിയായിട്ടുണ്ട്. 3 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. എന്താണ് സ്പെഷ്യല്? പൊതിച്ചോറാണ് ഇന്നത്തെ സ്പെഷ്യല്. പൊതിച്ചോറിൽ ഇതേ നെയ്മീൻ ഫ്രൈ ഉണ്ട്, അവിയലുണ്ട്, കോവക്കത്തോരനുണ്ട്. ഇത് നമ്മുടെ ഓംലെറ്റ് ആണ്, മുട്ട ഓംലെറ്റ് ആണ്. ഇത് ചെറിയ ചിക്കൻ ഉണ്ട്, പിന്നെ ഇവിടെ വേറൊരു ചിക്കൻ ഉണ്ട്, പിന്നെ നാരങ്ങ അച്ചാറുണ്ട്, മീൻകറി, സാമ്പാർ, രസം, പായസം. ഇത് ആമ്മയുടെ പ്ലേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ഫുഡ് മേടിച്ചാലും ആവുനത് വേണം, അല്ലെങ്കിൽ ആവ് കറിയോ അല്ലേ? കുറച്ച് പപ്പടം ഇട്ട് കൊടുത്തത് അവിടെ കഴിച്ചു. ആവുമ്പക്ക് ഇതേ കണ്ട പപ്പടം ഭയങ്കര ഇഷ്ടമാണ്. ആവ് നേരത്തെ കഴിച്ചല്ലോ സുന്ദരിയായിട്ട്. വിശന്ന് അമ്മ റെഡി ആയിട്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് ഇരിക്കണണ്ട, ഇപ്പൊ എല്ലാം കൂടെ കഴിച്ചു തീർക്കുന്നതാണ്. ആ സൈഡിൽ നിന്ന് ചെറുതായിട്ട് 2 ഉരുള കഴിച്ചിട്ട് വരെ എനിക്ക് വേറെ പറഞ്ഞു എന്ന് പറഞ്ഞു പോകും. പൊതിച്ചോറ് കഴിക്കുന്ന രീതി അറിയത്തില്ലേ? ഇങ്ങനെ നമ്മുടെ നെയ്മീനാണ്, നാട്ടിലെ ഫിഷ് എന്ന് പറയുന്നത് നെയ്മീനാണ്. ഇങ്ങനെയുണ്ട്, അടിപൊളി. ഹലോ മാഡം, ലിഫ്റ്റ് വേണോ? ഞാൻ കറങ്ങാൻ പോവാ. കൊച്ചിനടുത്താട്ടോ ചോദിച്ചത്, വലിയ ആൾക്ക് ലിഫ്റ്റ് ഇല്ല. ആരിക്കാമി. അപ്പൊ ഗൈസ്, സാവുവിനെ കയറി എടുത്തിട്ടുണ്ട്. ടാറ്റ പോവാ, ടാറ്റാ. ആവുക്കുഞ്ഞും അമ്മും കൂടെ മുകളിലെത്തിയിരിക്കുകയാണ്. ഏത് മോളിലാ? നമ്മൾ വന്നേക്കുന്നത് റീമോളിലാണ്.
ആ പുതിയ കാഴ്ചയെല്ലാം കണ്ട് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മളിത് സെൻട്രൽ പോയിന്റ് എത്തിയിരിക്കുകയാണ്. ഇതേ ആവുമ്മയ്ക്ക് ഫസ്റ്റ് നമുക്ക് ഉടുപ്പെടുക്കണം. അവന് ഉപ്പ് എടുക്കണ്ടേ? വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഇതേ 1 to 7 years ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാം. അമ്മു ആവുന് വെറൈറ്റി ആയിട്ട് റൈറ്റ് എടുത്താലോ? വിന്റർ എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ അറിഞ്ഞില്ല. ഇനി 2-3 മാസം ഉണ്ട് വിന്റർ സ്റ്റാർട്ട് ചെയ്യാൻ. അത് ശരിയാണ്. ഇനിയിപ്പോൾ ആവുൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞ് പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സൈസ് കൂട്ടിയെടുത്താലേ നടക്കും. ഫുള്ള് ബേബീസിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. എന്തുമാത്രം കളക്ഷൻ നോക്കി. അവിടെ 0 to 18 months ആണ്. ഇത് മൊത്തം ബേബീസിന് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ്. പണ്ട് രസമുണ്ട്. ഞാനും അമ്മുവും കൂടെ മോൾസിൽ പോകുമ്പോഴത്തേക്ക് അവയൊക്കെ വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മളെപ്പോഴും ഇതേപോലത്തെ ഡോൾസ് കാണുമല്ലോ. ഇത് കണ്ടിട്ട് നമ്മൾ പറയും നമ്മുടെ കുക്കറി ഇതേപോലെ ആയിരിക്കും. നമ്മുടെ മാത്രം ഒരു സീക്രട്ട് ആയിരുന്നു. ഇപ്പം ഇതേപോലത്തെ ഒരു കുക്കറി ഇവിടെയും വന്നിട്ടുണ്ട്. ഇതെടുത്താ? ഓഹോ, വീട്ടിൽ കൂടെ ഇടാൻ വേണ്ടിട്ടല്ലേ. പെട്ടെന്ന് അഴുക്കാവല്ലേ വീട്ടിലുള്ള ഉടുപ്പൊക്കെ. കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. കുറച്ചല്ല, പെട്ടി നിറച്ചുണ്ട്. കൺഫ്യൂഷൻ. ഓണക്കോടിയാണ്, ഓണക്കോടി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്തിട്ട് ബില്ല് ചെയ്യാം. എനിക്ക് മാത്രം എടുത്തു തന്നല്ല, ബാക്കി ഈ UAE എല്ലാ ഫാമിലിക്കും എടുത്തിട്ടുണ്ട്. അമ്മ ചോദിച്ച് തനിയെ മേടിക്കുന്നുണ്ട്. അമ്മ ഇല്ല ഓണക്കോടി. എന്റെ കൊച്ചിനും ഇല്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിച്ചിട്ട് പോവാണേ. അമ്മു അവിടെ ബാഗൊക്കെ അവിടെ തൂക്കിയിട്ടേക്ക. ആവു ഓൾറെഡി അവൻ്റെ കയ്യിൽ എന്താ എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് പനൈസ് എടുത്ത് മാറ്റിക്കോ. മണി 11:15 നമ്മൾ പോവാണ്. ഗൈസ് ആവു ഒരു ടോയ് എടുത്തിട്ടുണ്ട്. ആവുമ്മ ടോയ് കാണിച്ചേ. എന്ത് ടോയ് എടുത്തേ? ഒരു സാധനം കയ്യിലെടുത്ത് വെച്ച് അവസാനം അതുകൊണ്ട് എന്നെ കൊണ്ട് ബില്ല് ചെയ്യിപ്പിച്ച് നമ്മൾ പോവാണ്. ഇവിടെ ഒരു മെഗ്ഡി ഉണ്ട് വെളിയിൽ. മെക്ഡൊണാൾഡ്സ്. ഇവിടെ എപ്പോൾ വന്നാലും തിരക്കാണ് മെക്ഡൊണാൾഡ്സിൽ. ഒരാൾ ഇതേ ഷോപ്പിൻ്റെ വെളിയിറങ്ങി നിൽപ്പുണ്ട്. എന്തൊക്കെ മേടിച്ചേ? അമ്മൂനൊന്നും വേണ്ട. ചെറിയ സാധനം എടുക്കണമെന്നും പറഞ്ഞിട്ട് കുറേ സ്വൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൈസ അടുത്തതായിട്ട് നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുകയാണ്. ഇവിടെ പാപ്പ ജോൺസ് എന്നും പറഞ്ഞിട്ടൊരു പിസ്സ ഷോപ്പ് ഉണ്ട്. അമ്മൂന് പിസ്സ കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പം നമ്മളിത് ഈ പിസ്സ കഴിക്കാൻ വേണ്ടി പോവാണ്. കൈസ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയാണ്. നമ്മൾ അവിടെ നിന്നാണ് ആക്ച്വലി ഓർഡർ ചെയ്തത്. പപ്പ ജോൺസ് പിസ്സ. ആവൂന് അമ്മു ദേ സെർലാക്ക് കലക്കിയിട്ടുണ്ടല്ലേ? സെർലാക്കല്ലേ? അതെ, അമ്മു ആവന് വേണ്ടിയിട്ടുള്ള. അതെ, റെയർ ആയിട്ട് ഇങ്ങനെ സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രമേ ആക്ച്വലി കൊടുക്കാറുള്ളൂ അമ്മു. ഇത് ആവുമ്പോൾ ഇവിടെ ഓൾറെഡി വിശന്നിരിപ്പുണ്ട്. വെളിയിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അമ്മു ഈ ബാഗിനകത്ത് എല്ലാ ഐറ്റംസും എടുത്തുകൊണ്ട് വരുന്നതായിരിക്കും കൊച്ചിന് വേണ്ടിയിട്ടുള്ളത്. എനിക്ക് ഫുഡ് കൊടുത്തോ? ഫുഡ് കഴിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണേ. ഞം 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 ഞം. ഹായ്, ഇഷ്ടമായോ? പപ്പുന് ഇഷ്ടമായോ? ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണേ. ശുണ്ടരി ബാവ ആമോശി വിശന്ന് പോയി. നമ്മൾ വെളിയിലിറങ്ങി കറങ്ങിയപ്പോഴേ ആൾ നല്ലോണം വിശന്ന് കഴിച്ചു. വീട്ടിലിറങ്ങി ഭയങ്കര ബഹളമായിരുന്നു എൻ്റെ ചട്ടമ്പി. TV കാണണം, അത് കാണണം. പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്ത് വെളിയിൽ കൊണ്ടുവന്നാൽ മതിയല്ലേ? വെളിയിരുന്ന് കഴിച്ചോളല്ലോ. പാലം കുടിച്ച് ഇപ്പത്തേ തനിയെ വെള്ളമൊക്കെ കുടിക്കും. കണ്ട കൈ പിടിച്ച് കുടിക്കുന്നുണ്ടോ? ആവുമ്മ തുപ്പുന്നിറ. അപ്പോൾ കഴിച്ച് നമ്മുടെ ജങ്ക് ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ജങ്ക് അടിക്കാത്തതാണ്. ഇന്ന് പിന്നെ വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാഡം ഫുഡ് റെഡി. കഴിച്ച് നമ്മൾ പിസ്സ ഓർഡർ ചെയ്തു. ഞാൻ അങ്ങനെ പിസ്സ കഴിക്കുന്നില്ല. മെയിനായിട്ട് അമ്മൂന് വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത്. ഞാൻ വീട്ടിൽ പോയിട്ട് മുട്ട കഴിക്കണം. കുറേ ദിവസമായിട്ട് ആക്ച്വലി നമ്മുടെ ഡയറ്റൊക്കെ ഇങ്ങനെ തകിടം പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഇതേ പൊതിച്ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്ന് തൊട്ട്, അതായത് നാളെ തൊട്ട് ഇനി ഞാൻ റൈസ് കഴിക്കൂല. കാരണം ഡയറ്റ് കൺട്രോൾ ചെയ്യണം. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഓഫീസിൽ ഭയങ്കര പണിയായിരുന്നു. നമ്മൾ ഓഫീസൊക്കെ മാറിയായിരുന്നേ. അപ്പോൾ എൻ്റെ ഡയറ്റ് കംപ്ലീറ്റ് പോയി. എന്തൊക്കെയോ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നായപ്പോഴത്തേക്ക് ഭയങ്കര കുറ്റബോധം. പെട്ടെന്ന് ഉച്ചയ്ക്ക് നമ്മൾ പൊതിച്ചോറ് കഴിച്ചപ്പോൾ അല്ലേ. പിന്നെ ഞാൻ ഡയറ്റിലാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അമ്മൂന് മാത്രം മെയിനായിട്ട് പിസ്സ വാങ്ങിച്ചത്. ഞാൻ ഒരു സ്ലൈസ് കഴിക്കും. പിന്നെ വീട്ടിൽ പോയിട്ട് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. എൻജോയ് മീൽ. ഇത് ചിക്കൻ പോപ്പോസ് എന്നാണ് ഇതിൻ്റെ പേര്. നഗറ്റ്സ് പോലെ ഉണ്ടല്ലേ. ഇത് ഗാർലിക് സോസ് ഉണ്ട്, ബാർബിക്യൂ സോസ് ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇന്നത്തെ ഒരു 1.5 ദിവസമായിരുന്നു അല്ലേ. കുറേ ദിവസത്തിന് ശേഷം നമ്മളിങ്ങനെ
വ്ളോഗ് എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. ഈ നേരത്തെ പറഞ്ഞ പോലെ കുറേ ദിവസം വ്ളോഗ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് ചെറിയ വിഷമവും കുറ്റബോധമൊക്കെ ആയിരുന്നു. പക്ഷെ ആവുമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് കണ്ടില്ലേ ഫുൾ ടൈം ആവുവിനെ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. അപ്പം കുഞ്ഞെപ്പോഴും അത് എക്സ്പെക്ട് ചെയ്യും, ഫോൺ എക്സ്പെക്ട് ചെയ്യും. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമൊക്കെയാണ്. പക്ഷെ എന്നാലും ഫുൾ ടൈം അങ്ങനെ എടുക്കാനും ഒരു മടി. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന പോലെ വീഡിയോസൊക്കെ ഇനി എടുക്കുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്കും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. നിങ്ങൾ അയക്കുന്ന ഓരോ മെസ്സേജസും ഇമെയിൽസൊക്കെ നോക്കാറുണ്ട്. മാക്സിമം എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. കുറച്ചധികം ഫൺ ആൻഡ് അടിപൊളി വ്ളോഗ്സ് ആയിട്ട് അമ്മു ഞാനും വരുന്നതായിരിക്കും. Until then, we are signing off. Bye.